ഗൈസ്, ഐസ്ലാൻഡ് ഗ്ലേസിയറിലൂടെ ഷിപ്പ് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് മെയിൻ ഐസ്ലാൻഡ് പോർട്ടിലേക്ക്. ഇത് കാണാൻ സാധിക്കും ഫുള്ള് ഐസിൻ്റെ മലകളാണ്. നല്ല അടിപൊളി വണ്ടർഫുൾ വ്യൂ ആണ്. താഴേക്ക് വീടുകളൊക്കെ ഉണ്ട്. നല്ല നൈസ് ഗ്രീൻ ലൊക്കേഷൻ. അതാണ് ഐസ്ലാൻഡ്. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ ഭാഗത്ത് ഐസുകൾ കുറവായിരുന്നു. ഇപ്പോൾ ഐസ് വന്നോളെ നല്ല അടിപൊളിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ നമ്മുടെ ഷിപ്പ് ഓൾമോസ്റ്റ് പോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ലോലി ഷിപ്പ് പോർട്ടിലേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സോ ബാക്ക് സൈഡ് ഫുൾ ഐസിൻ്റെ മലകളാണ്. എന്നാലും പോർട്ടിലെത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്യാപ്ചർ ചെയ്യാം. നമ്മുടെ കൂടുതൽ ഐസ് കൂടി കാണാൻ ചാൻസ് കൂടുതലാണ്. ഷിപ്പ് സ്ലോലി ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വെള്ളം നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടറാണ്. നമുക്ക് ഈ സമയത്ത് നിൽക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും ഡോൾഫിനൊക്കെ ജമ്പ് ആവുന്നത്. കുറേ നേരം ഇവിടെ ഫോക്കസ് ആയി നിൽക്കണം, എന്നാൽ മാത്രമേ ഡോൾഫിൻ വരുന്ന കാണാൻ സാധിക്കുന്നത്. എന്നാലും പോർട്ടിൻ്റെ ഭാഗത്തൊന്ന് എത്തി നോക്കാം. അവിടെ കാണാൻ ചാൻസ് കൂടുതലാണ് ഡോൾഫിൻസിന്. ഗൈസ്, ഐസ്ലാൻഡ് ഗ്ലേസിയറിലൂടെ ഷിപ്പ് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് മെയിൻ ഐസ്ലാൻഡ് പോർട്ടിലേക്ക്. ഇത് കാണാൻ സാധിക്കും ഫുള്ള് ഐസിൻ്റെ മലകളാണ്. നല്ല അടിപൊളി വണ്ടർഫുൾ വ്യൂ ആണ്. താഴേക്ക് വീടുകളൊക്കെ ഉണ്ട്. നല്ല നൈസ് ഗ്രീൻ ലൊക്കേഷൻ. അതാണ് ഐസ്ലാൻഡ്. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ ഭാഗത്ത് ഐസുകൾ കുറവായിരുന്നു. ഇപ്പോൾ ഐസ് വന്നോളെ നല്ല അടിപൊളിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ നമ്മുടെ ഷിപ്പ് ഓൾമോസ്റ്റ് പോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ലോലി ഷിപ്പ് പോർട്ടിലേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സോ ബാക്ക് സൈഡ് ഫുൾ ഐസിൻ്റെ മലകളാണ്. എന്നാലും പോർട്ടിലെത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്യാപ്ചർ ചെയ്യാം. നമ്മുടെ കൂടുതൽ ഐസ് കൂടി കാണാൻ ചാൻസ് കൂടുതലാണ്. ഷിപ്പ് സ്ലോലി ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വെള്ളം നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടറാണ്. നമുക്ക് ഈ സമയത്ത് നിൽക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും ഡോൾഫിനൊക്കെ ജമ്പ് ആവുന്നത്. കുറേ നേരം ഇവിടെ ഫോക്കസ് ആയി നിൽക്കണം, എന്നാൽ മാത്രമേ ഡോൾഫിൻ വരുന്ന കാണാൻ സാധിക്കുന്നത്. എന്നാലും പോർട്ടിൻ്റെ ഭാഗത്തൊന്ന് എത്തി നോക്കാം. അവിടെ കാണാൻ ചാൻസ് കൂടുതലാണ് ഡോൾഫിൻസിന്.